അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഈ വീഡിയോ നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാരിലോ നിസ്കാരത്തിന് വേണ്ട വിധം ശ്രദ്ധ കൊടുക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കണം. ഒരാളെങ്കിൽ ഒരാൾ നമ്മൾ കാരണം നേരായാൽ അത് മതിയാവും നമ്മുടെ ദുനിയാവും ആഖിറൊക്കെ രക്ഷപ്പെടാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പണ്ട് ഞാൻ ഓതി പഠിച്ച കിതാബാണ്. എല്ലാ മുതഅല്ലിമീങ്ങളും തുടക്കത്തിൽ ഓതുന്ന കിതാബാണ് ബത്തീതാബ്. ഞാൻ പഠിച്ച കിതാബൊക്കെ ഒരുവിധം എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അതിലൊരു വരി റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് കണ്ടു. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. പലരും അറിയാത്തവരുണ്ടാകും, വേണ്ട വിധം നിസ്കാരത്തിന് ശ്രദ്ധ കൊടുക്കാത്തവരുണ്ട്. അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയണം, മൻ തറക്ക സ്വലാത്ത ആമിദൻ ഔ മുതഅമ്മിദൻ, ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വം കൽപ്പിച്ചു കൂട്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്തു, നിസ്കാരം ഉപേക്ഷിച്ചു, ഉബ്ഖിയ ഫിന്നാരി സമാനീന ഹുക്കുബ, അവനെ എന്ത് ചെയ്യും, 80 ഹുക്കുബ നരകത്തിലിട്ട് ശിക്ഷിക്കും. പറയുന്നത് ആരാ നോക്കണം, ഞാൻ പറയുന്നതല്ല, റസൂലുള്ളാഹി പറയുന്നതാണ്. ആരാണ് റസൂലുള്ളാഹി? ഒരു നോക്ക് പോലും ഇതുവരെ കാണാത്ത കോടാനക്കോടികൾ ആളുകൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വരെ ആ നേതാവിൻ്റെ പേര് ദിവസത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് എല്ലാ സമയത്തും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന നേതാവ്. അത്രയും വലിയൊരു നേതാവാണ്, കളവ് പറയാത്ത നേതാവാണ് പറയുന്നത്, മൻ തറക സ്വലാത്ത ആമിദൻ ഔ മുതഅമ്മിദൻ ഉബ്ഖിയ ഫിന്നാരി സമാനീന ഹുഖബ. ആരെങ്കിലും ഒരാൾ നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ 80 ഹുക്കുബ അവനെ നരകത്തിലിട്ട് ശിക്ഷിക്കും. എന്താണ് ഈ ഹുക്കുബ? വൽ ഹുക്കുബു സമാനൂന സന. ഹുക്കുബ എന്ന് പറഞ്ഞാൽ ഒരു ഹുക്കുബ 80 വർഷം. അപ്പോൾ 80 വർഷം ഇൻറ്റു 80, അതായത് 80 ഇൻറ്റു 80 6400 വർഷം ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ റസൂലുള്ളാഹി പറയാണ്, അയാളെ നരകത്തിലിട്ട് അല്ലാഹു ശിക്ഷിക്കും. അല്ലാഹു കാക്കട്ടെ. ഇവിടുത്തെ ഒരു ദിവസമാണോ മഹ്ശറയിൽ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ റബ്ബിനെ അറിയൂ. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് നിസ്കാരം ഉപേക്ഷിക്കൽ. പലരും അത് നിസ്സാരമായി കാണുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഇനി വേറെ കാര്യം പറയാനുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾ കല്യാണമൊക്കെ ആവുമ്പോൾ രാവിലെ മുതലേ മേക്കപ്പ് തുടങ്ങി, സുബഹിസ്കാരം ഒരു പക്ഷേ സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങും ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇടൽ, കൺമഷിയും പൗഡറും മറ്റുള്ള ഐലൈനറും എല്ലാം ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, കല്യാണത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഇശാവുമില്ല. ഒറ്റ കല്യാണം കാരണം 4ഉം 5ഉം നിസ്കാരമാണ് കളയുന്നത്, മനഃപൂർവ്വം കളയുന്നവരാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളി. ആ ഹദീസ് ഒക്കെ എല്ലാവർക്കും ബാധകമാണ്. ഇനി നിസ്കാരം ഉപേക്ഷിച്ച് ചിലപ്പോൾ എല്ലാവരും നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ഈ നിസ്കരിക്കാത്തവരെ സഹായിക്കുന്നവരെ കുറിച്ചിട്ട് റസൂലുള്ളാഹി വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ മക്കൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ, ചിലപ്പോൾ ഇന്നലെയൊക്കെ നേരം വൈകിട്ടാണ് വന്നത്, ഒരു കുറച്ചുകൂടി ഒക്കെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ ഉമ്മമാർ ചിലപ്പോൾ വിചാരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നൊരു സുബഹിക്കൊന്നും വിളിക്കാതെ അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവാം. അവർക്കുള്ള ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. മൻ ആന താരിക സ്വലാത്തി ബിലുഖ്മത്തിൻ വാഹിദത്തിൻ മിന ത്വആം ഫകഅന്നമാ ഹദമൽ കഅബത ബിയദിഹി അൽഫ മറ. നിസ്കാരം ഉപേക്ഷിച്ചവന് ആരെങ്കിലും ഒരു കഷ്ണം ഭക്ഷണം കൊടുത്താൽ അവൻ 1000 പ്രാവശ്യം കഅബ പൊളിച്ചതിന് സമാണ്. കഅബ ഷരീഫ് ഉണ്ടല്ലോ, നമ്മൾ മക്കത്തെ പള്ളി, ആ കഅബ 1000 പ്രാവശ്യം പൊളിച്ചതിൻ്റെ ശിക്ഷയായിരിക്കും ഒരു കഷ്ണം ഭക്ഷണം നിസ്കാരം ഉപേക്ഷിക്കുന്നവനെങ്ങാനും കൊടുത്താൽ. വേറൊറ്റ ഹദീസ് കൂടി ഞാൻ പറഞ്ഞില്ല. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അആന താരിക സ്വലാത്തി ബിലുഖ്മത്തിൻ ഔ ശുർബത്തി മാഇൻ ഔ ബിഖിർഖത്തിൻ ഫകഅന്നമാ ഖതല അംബിയാ ജമീഅ അവ്വലുഹും ആദമു വ ആഖിറുഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള വരിയാണെന്ന് നോക്കിക്കോളി. ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഒരു കഷ്ണം ഭക്ഷണം, ഒരു കടി, ഒരു ഭക്ഷണം ഒരു കൊടുത്തു, അതല്ലെങ്കിൽ ഒരു നുറുക്ക് വെള്ളം, അതല്ലെങ്കിൽ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പഴയ വസ്ത്രം എന്തെങ്കിലും കൊടുക്കുക,
ഒരു കഷ്ണം വസ്ത്രം കൊടുത്താലും അവൻ എല്ലാ നബിമാരെയും കൊന്നവനെ പോലെയാണ്. അതിലാദ്യം കൊന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന്, വആഖിറുഹും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ കൈ കൊണ്ട് റസൂലുള്ളാഹിനെ കൊന്നതിന് സമമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം. നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ കാര്യമല്ല പറയുന്നത്. നിസ്കാരം ഉപേക്ഷിച്ചവന് ഭക്ഷണമോ വസ്ത്രമോ ഒരു തുണ്ട് വെള്ളമോ കൊടുത്തതിൻ്റെ ശിക്ഷയാണ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, വബ്തലാഹുല്ലാഹു തആല ബിസലാസി ബലിയാത്തിൻ, അള്ളാഹു അവനക്ക് എന്ത് ചെയ്യും, 3 തരത്തിലുള്ള ശിക്ഷ നൽകും. ആർക്ക്? നിസ്കാരം ഉപേക്ഷിച്ചവന് ഭക്ഷണം കൊടുത്ത ആ വ്യക്തിക്ക്. ഇർഫഉല്ലാഹുൽ ബറകത ഫിർ റിസ്ഖ്, അവൻ്റെ ഭക്ഷണത്തിലെ ബറക്കത്ത് അള്ളാഹു ഉയർത്തിക്കളയും. അതായത് ഭക്ഷണത്തിൽ ദാരിദ്ര്യം വരുത്തും. പിന്നെ പറയുന്നു, റസാനി യബ്സുത്തുല്ലാഹു തആല അലൈഹി അമീറൻ ജാഇറൻ ലാ യർഹമുഹു, ഒരു അമീറിനെ അവനിലേക്ക് അയക്കും. ഭരണാധികാരി യാതൊരു കരുണയില്ലാത്ത ആളായിരിക്കാം. നമ്മുടെ വീട്ടിലത്തെ സ്ത്രീകളൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ അമീറാരാ? അവിടുത്തെ ഭർത്താവ്, അതല്ലെങ്കിൽ മക്കള്. അവർ ഭയങ്കര ക്രൂരന്മാരാവും. മക്കള് താന്തോന്നികളാവും, ഭർത്താവ് കള്ളുടിയനാവും. അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ അമീർ എന്ന് പറയുമ്പോൾ എല്ലാവരും വരും, ഭരണാധികാരികൾ വരും, ഒക്കെ വരും. വസ്സാലിസു യഖ്റുജു മിനദ്ദുനിയാ ബിഗൈരി ഈമാൻ, ഈമാനില്ലാതെ അല്ലാഹു മരിപ്പിക്കും. ഒക്കെ ഭക്ഷണം കൊടുത്തവനക്ക്, അതായത് നിസ്കാരം ഉപേക്ഷിച്ചവൻക്ക് സഹായിച്ചവരുടെ ശിക്ഷയാണ് അതൊക്കെ. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വയത് പറയുമ്പോൾ പറഞ്ഞാണ്, ലാ തഹല്ലു സക്കാത്തു ലി താരിഖി സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് സക്കാത്ത് കൊടുക്കരുത്. അതിൻ്റെ അടുത്ത വരിയാണ്, വലാ തുജാലിസുഹു ഫഇന്ന ലഅനത തൻസിലു അലൈഹി മിനസ് സമാ, അവൻ്റെ അടുത്ത് പോയി നിങ്ങൾ ഇരിക്കുക പോലും ചെയ്യരുത്. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ അടുത്തേക്ക് പോലും പോകരുത്. അവനെങ്ങനെ മാറ്റി നിർത്തിക്കോളണം. അത്രത്തോളം അള്ളാഹുവും അവൻ്റെ ഹബീബും മലായിക്കത്തുകളൊക്കെ വെറുക്കപ്പെട്ട ഒരു ജന്മമാണ്. അടുത്തേക്ക് പോലും അവൻ്റെ പോകരുത് കേട്ടോ. അള്ളാഹുവും മലായിക്കത്തുകളൊക്കെ ഇങ്ങനെ അവനെ ശപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും അള്ളാഹുവിൻ്റെ അദാബ് അവനിലേക്ക് പ്രതീക്ഷിക്കാം. ആകാശത്തു നിന്നും ഇങ്ങനെ ലാനത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ. അതിൻ്റെ ഗൗരവം മനസ്സിലായില്ലേ? നിസ്കരിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങുക. നമുക്ക് കുറച്ച് ജീവിതേ ബാക്കിയുള്ളൂ. എത്ര കാലപ്പെട്ടു ജീവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഖബറിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഖബറിൻ്റെ അടുത്തേക്കൊക്കെ നിങ്ങൾ പോകണം. വെള്ളിയാഴ്ചയും പള്ളിയുടെ പരിസരത്തൊക്കെ പോകുമ്പോൾ ഒന്നൊക്കെ പോയി സിയാറത്ത് ചെയ്യണം. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് കുടുംബക്കാരൊക്കെ ആ ഖബർ സ്ഥാനിലൊക്കെ കിടക്കുന്നുണ്ട്. അവരൊക്കെ പോയി ഇടയ്ക്ക് ഫാത്തിഹ ഓതി അവർക്കൊക്കെ വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്താലേ നാളൊക്കെ നമ്മൾ മരിക്കുമ്പോൾ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളൊക്കെ പിന്നിൽ വരും. ആ കാര്യമൊക്കെ എല്ലാവരും ഓർക്കുക. ഇൻഷാ അല്ലാഹ് നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. എല്ലാവരും നിസ്കാരമൊക്കെ തുടങ്ങുക. അള്ളാഹു നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകിച്ച് ദുആലൊക്കെ ഉൾപ്പെടുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്